നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഓഹരി വിപണിയിലെ തിരുത്തൽ ഘട്ടം അവസാനിച്ചുവെന്ന് മോർഗൻ സ്റ്റാൻലി. ബുൾ റൺ വന്നാൽ സെൻസെക്സ് 1 ലക്ഷം നിലവാരം തൊടുമെന്ന് പ്രവചനം. ആഗോള ഉൽപാദന രംഗത്ത് മുന്നേറി ഏഷ്യൻ രാജ്യങ്ങൾ. വ്യവസായിക മേഖലയുടെ ശക്തിപ്രകടനത്തെ നയിച്ച് ഇന്ത്യ. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വിജയകരമെന്ന സൂചന. 20 വർഷത്തേക്ക് പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് പീയൂഷ് ഗോയൽ. സർക്കാർ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയെന്ന് CAG. ഇത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. $18,000 കോടിയുടെ വമ്പൻ പദ്ധതിയുമായി NVIDIA ഇന്ത്യയിലെത്തുന്നു. ഇതോടെ AI-ക്ക് ഇന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാവുമെന്ന് പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണിയിലെ തിരുത്തൽ ഘട്ടം അവസാനിച്ചുവെന്ന് മോർഗൻ സ്റ്റാൻലി. ബുൾ റൺ വന്നാൽ സെൻസെക്സ് 1 ലക്ഷം നിലവാരം തൊടുമെന്നും പ്രവചനം. ഇന്ത്യയുടെ മോശം പ്രകടനത്തിന് കാരണമായ ഘടകങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ബുൾ റൺ വന്നാൽ 30% മുന്നേറ്റമാണ് സെൻസെക്സിൽ പ്രതീക്ഷിക്കുന്നതെന്നും മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കി. 2026 ജൂണോടെ സെൻസെക്സ് 1 ലക്ഷം മാർക്കിലെത്തുമെന്നാണ് പ്രതീക്ഷ. ബേസിക്കായി 89,000 നിലവാരം വരെ ഉയരാം. ബെയർ കേസ് സാഹചര്യം സൂചികയെ 70,000 മാർക്കിലേക്ക് ഇടിക്കും, അതായത് 16% ഇടിവ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സർക്കാരിന്റെയും നീക്കങ്ങളാണ് വിപണിക്ക് തുണയാവുക. പലിശ നിരക്ക് കുറയ്ക്കൽ, ക്യാഷ് റിസർവ് അനുപാതം വെട്ടിക്കുറയ്ക്കൽ, ബാങ്കിംഗ് മേഖലയിലെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കൽ, ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ, മൂലധന നിക്ഷേപത്തിന് മുൻതൂക്കം, GST നിരക്ക് കുറയ്ക്കൽ എന്നിവ കരുത്താവും. അതേസമയം മോർഗൻ സ്റ്റാൻലിയുടെ മുൻനിര സ്റ്റോക്ക് പിക്കുകളിൽ മാരുതി സുസുക്കി, ട്രെൻഡ്, ടൈറ്റൻ, വരുൺ ബീവറേജസ്, റിലയൻസ്, ബജാജ് ഫിനാൻസ്, ICICI ബാങ്ക്, L&T, അൾട്രാടെക് സിമന്റ്, കൊഫോർജ് എന്നിവ ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചൈനയുമായുള്ള മികച്ച ബന്ധവും ഇന്ത്യ-US വ്യാപാര കരാറിന്റെ സാധ്യതയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ഉൽപാദന രംഗത്ത് മുന്നേറി ഏഷ്യൻ രാജ്യങ്ങൾ. വ്യവസായിക മേഖലയുടെ ശക്തിപ്രകടനത്തെ നയിച്ച് ഇന്ത്യ. ആഗോള വ്യാവസായിക വളർച്ചയുടെ എഞ്ചിനായി ഇന്ത്യ സ്ഥാനം ഉറപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. S&P ഗ്ലോബലിന്റെ ആഗോള രാജ്യങ്ങളുടെ വ്യാവസായിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒക്ടോബറിൽ ഇന്ത്യയുടെ ഉൽപാദന PMI സെപ്റ്റംബറിലെ 57.7 നിന്ന് 59.2 ഉയർന്നു. ഇന്ത്യയ്ക്കൊപ്പം തായ്ലൻഡും വിയറ്റ്നാമുമാണ് ഉൽപാദന രംഗത്ത് തിളങ്ങിയത്. തായ്ലൻഡിന്റെ PMI 56.6 ഉയർന്നു. അതേസമയം വിയറ്റ്നാമിന്റേത് 15 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 54.5 ഉത്സവ സീസണിലെ ഡിമാൻഡ്, GST നിരക്ക് കുറയ്ക്കൽ തുടങ്ങിയവയാണ് രാജ്യത്തിന് കരുത്തു പകർന്നത്. ഇത് ആഗോള വ്യാപാര സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ വ്യാവസായിക മേഖലയുടെ ശക്തി കാണിക്കുന്നതാണ്. ഭാവി വളർച്ചയെ പിന്തുണയ്ക്കുന്നതിന് സ്ഥിരമായ ഡിമാൻഡും പരിഷ്കാരങ്ങളും രാജ്യത്തെ കമ്പനികൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ബിസിനസ് ആത്മവിശ്വാസം ഉയർന്ന നിലയിലാണെന്നും സാമ്പത്തിക വിദഗ്ധരും വ്യക്തമാക്കി. കയറ്റുമതി ആവശ്യകത ദുർബലമായതിനാൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവ പിന്നിലായി. ആഗോളതലത്തിൽ US-ലെയും യൂറോപ്പിലെയും ഉൽപാദനം സ്ഥിരത കൈവരിച്ചെങ്കിലും ദുർബലമായി തുടരുകയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വിജയകരമെന്ന സൂചന. 20 വർഷത്തേക്ക് പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് പീയൂഷ് ഗോയൽ. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള 4ാം റൗണ്ട് ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ചരക്ക് സേവനം ഉത്ഭവ നിയമങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് ചർച്ച പുരോഗമിക്കുന്നത്. കരാർ അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നുവെന്നാണ് ന്യൂസിലാൻഡിലെത്തിയ പീയൂഷ് ഗോയൽ പറഞ്ഞത്. ന്യൂസിലാൻഡ് മന്ത്രി ടോഡ് മക്ലേയുമായാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. വ്യോമയാന സഹകരണത്തിലെ പുരോഗതിയും ഇരുവരും എടുത്തു പറഞ്ഞു. 2028ഓടെ എയർ ഇന്ത്യയും എയർ ന്യൂസിലാൻഡും നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കും. കൃഷി, സമുദ്ര സഹകരണം, എയ്റോസ്പേസ്, പ്രതിരോധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുമെന്നും ഇരുവരും പറഞ്ഞു. വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, വീട്ടുപകരണങ്ങൾ, മരുന്നുകൾ, ശുദ്ധീകരിച്ച പെട്രോൾ, ട്രാക്ടറുകൾ, ജലസേചന ഉപകരണങ്ങൾ, ഓട്ടോമൊബൈലുകൾ, ഇരുമ്പ്, ഉരുക്കുൽപ്പന്നങ്ങൾ, പേപ്പർ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, ചെമ്മീൻ, വജ്രങ്ങൾ, ബസുമതിയരി എന്നിവയാണ് ഇന്ത്യ ന്യൂസിലൻഡിലേക്ക് കയറ്റി അയക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ, ധാതുക്കൾ, ആപ്പിൾ, കിവി ഫ്രൂട്ട്, മാംസ ഉൽപ്പന്നങ്ങൾ, പാൽ, ആൽബുമിൻ, ലാക്ടോസ് സിറപ്പ്, കോക്കിംഗ് കൽക്കരി, തടിക്കഷ്ണങ്ങൾ, കമ്പിളി, സ്ക്രാപ്പ് ലോഹങ്ങൾ എന്നിവ ന്യൂസിലാൻഡ് ഇന്ത്യക്ക് വിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സർക്കാർ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയെന്ന് CAG. ഇത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും റിപ്പോർട്ട്. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ടൻസിന്റെ ഡാറ്റയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മൂലധന ചെലവിന്റെ ഭൂരിഭാഗവും ഇത്തവണ ഉപയോഗിച്ചത് റോഡ്, റെയിൽവേ മേഖലകൾക്കായാണ്. ഇതുവരെ മൂലധന ചെലവിനുള്ള ബജറ്റ് വിഹിതത്തിന്റെ 52% ചെലവഴിച്ചു. അതായത് റോഡ് ഗതാഗത മന്ത്രാലയം ബജറ്റിന്റെ 63% ചെലവഴിച്ചത്. ഹൈവേ, റെയിൽവേ മന്ത്രാലയം 57% ചെലവഴിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ മികച്ച മുന്നേറ്റമാണ് രാജ്യം നടത്തുന്നത്. എന്നാൽ പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയവും സാമ്പത്തിക കാര്യവകുപ്പും വകയിരുത്തിയതിന്റെ 2% മാത്രമാണ് ഉപയോഗിച്ചത്. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് 20,000 കോടി രൂപയുടെ വിഹിതത്തിൽ 1 രൂപ പോലും ചെലവഴിച്ചില്ല. സർക്കാർ മൂലധന ചെലവ് വർഷം തോറും 40% വർദ്ധിച്ച് 5.8 ട്രില്യനായി. ബജറ്റിന്റെ 6.6% വളർച്ചാ ലക്ഷ്യത്തേക്കാൾ വളരെ കൂടുതലാണിതെന്നും റിപ്പോർട്ട് പറയുന്നു. സർക്കാർ പൊതുനിക്ഷേപത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടരുകയാണെന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി നിയന്ത്രണത്തിലാണ്. കൂടാതെ ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ സൂചനകളും ഡാറ്റയിലുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തിൽ GDPയുടെ 4.4% എന്ന ധനക്കമ്മി ലക്ഷ്യം കൈവരിക്കാൻ സർക്കാരിന് കഴിയുമെന്ന് നോമുറ, മോത്തിലാൽ ഒസ്വാൾ എന്നിവിടങ്ങളിലെ സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അനിൽ അംബാനിക്കെതിരെ കുരുക്കുമുറുക്കി കേന്ദ്ര സർക്കാർ. EDയും CBIയും SEBIയും അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും അനിൽ അംബാനിക്കെതിരെ അന്വേഷണം തുടങ്ങി. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ, റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് തുടങ്ങിയ കമ്പനികളിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിന്റെ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ SFIO അനിൽ അംബാനിക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവിധ ഫണ്ടുകൾ എങ്ങനെയാണ് കൈമാറിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഏജൻസി പരിശോധിക്കുക. നേരത്തെ അംബാനി കുടുംബം താമസിക്കുന്ന പാലി ഹിൽസും ഡൽഹിയിലെ റിലയൻസ് സെന്ററും ഉൾപ്പെടെ 3,000 കോടി രൂപയുടെ 40 സ്വത്തുവകകൾ ED കണ്ടുകെട്ടിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റിലയൻസ് ഗ്രൂപ്പിനെതിരെ അന്വേഷണം നടന്നു വരുന്നതിനിടയിലായിരുന്നു നടപടി. നോയിഡ, ഗാസിയാബാദ്, മുംബൈ, പൂനെ, ഹൈദരാബാദ്, കാഞ്ചീപുരം എന്നിവിടങ്ങളിലെ സ്വത്തുവകകളും കണ്ടുകെട്ടിയിട്ടുണ്ട്. ED നടപടിയിൽ കമ്പനി പ്രതികരിച്ചിട്ടില്ല. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡും റിലയൻസ് കൊമേഴ്സ് ഫിനാൻസ് ലിമിറ്റഡും സ്വരൂപിച്ച പബ്ലിക് ഫണ്ട് വകമാറ്റി കള്ളപ്പണം വെളുപ്പിച്ചു എന്നിവയാണ് കമ്പനിക്ക് മേലുള്ള കേസ്. 2017-2019 കാലയളവിൽ യെസ് ബാങ്ക് ഫിനാൻസ് ഹോം ലിമിറ്റഡിൽ 2,695 കോടിയും കൊമേഴ്സ് ഫിനാൻസിൽ 2,045 കോടിയും നിക്ഷേപിച്ചുവെന്നും എന്നാൽ 2019 ഡിസംബറോടെ ഇത് നിഷ്ക്രിയ നിക്ഷേപമായി മാറിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ഫിനാൻസ് ഹോം ലിമിറ്റഡിന് 1,984 കോടി രൂപയും കൊമേഴ്സ്യൽ ഫിനാൻസിന് 1,984 കോടി രൂപയും കുടിശ്ശികൊണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 90 രൂപയും പവന് 720 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,135 രൂപയും പവന് 89,080 രൂപയുമായി വില കുറഞ്ഞു. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 9,160 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയും കുറഞ്ഞു. ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 157 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഓഹരി വിപണിയിലെ തിരുത്തൽ ഘട്ടം അവസാനിച്ചുവെന്ന മോർഗൻ സ്റ്റാൻലി. ബുൾറൺ വന്നാൽ സെൻസെക്സ് 1 ലക്ഷം നിലവാരം തൊടുമെന്ന് പ്രവചനം. ആഗോള ഉൽപാദന രംഗത്ത് മുന്നേറി ഏഷ്യൻ രാജ്യങ്ങൾ. വ്യവസായിക മേഖലയുടെ ശക്തി പ്രകടനത്തെ നയിച്ച് ഇന്ത്യ. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വിജയകരമെന്ന് സൂചന. 20 വർഷത്തേക്ക് പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് പീയൂഷ് ഗോയൽ. സർക്കാർ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയെന്ന് CAG. ഇത് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും റിപ്പോർട്ട്. $18,000 കോടിയുടെ വമ്പൻ പദ്ധതിയുമായി NVIDIA ഇന്ത്യയിലെത്തുന്നു. ഇതോടെ AI ഇന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകുമെന്ന് പ്രതീക്ഷ.